അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സമുദായ നേതാക്കന്മാർ, പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശംസ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ ഉസ്താദുമാരെ, കറായ അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഇതര മതസ്ഥയിൽപ്പെട്ട നേതാക്കന്മാരെ, മത സാമൂഹ്യ രാഷ്ട്രീയ വാണിജ്യ വ്യവസായ രംഗത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മപ്പന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കറായ അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 5ാം വാർഷിക ആഘോഷത്തിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിനിടെ ചെറിയ രീതിയിൽ തുടക്കം കുറിക്കുകയും 5 വർഷത്തിനിടെ വളരെ നല്ല പുരോഗതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ആകെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചമായി തലയുയർത്തി നിൽക്കുന്ന അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ പിഞ്ചോമന മക്കൾ, അവർ മതഭൗതിക വിദ്യാഭ്യാസം നേടി ഉന്നത ശീർഷരായ വിദ്യാസമ്പന്നരായ ഒരു തലമുറയായി അവർ വളർന്നു വരണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കർണാടകയിലെ പല ഭാഗങ്ങളിലും ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ മക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ളത് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നമ്മുടെ എല്ലാ സംഘടനകളുടെയും മതനേതൃത്വത്തിൻ്റെയും എല്ലാം കടമകളാണ്. അങ്ങനെയുള്ള ആ കടമ നിർവഹിക്കാൻ ദീർഘവീക്ഷണമുള്ള നേതാക്കൾ ഇവിടെ പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നമ്മുടെ ഇന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ മതങ്ങളിലും പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെയും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെയും ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെയും അങ്ങനെ എല്ലാ തരത്തിലുള്ള മത മാനേജ്മെൻറ്റുകളുടെയും കീഴിലായി ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് LKG തൊട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും അറബിക് കോളേജുകളും അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി അത് വളരെ വ്യാപകമായി പരന്നു കിടക്കുന്ന പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗ്രാമത്തിൽ, നമ്മുടെ ഈ കറായയിൽ ഇത്ര നല്ല സൗകര്യമുള്ള നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എവിടെ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ, നേരത്തെ ഇവിടുത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ഉസ്താദ് അവർകൾ സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ശരിയായ ദിശാബോധവും അവരെ ശരിയായ രീതിയിൽ നല്ല വഴിയിലേക്ക് കൈപ്പടിച്ചു നടത്തുകയും ചെയ്യുക എന്നുള്ളത് അത് അധ്യാപകരുടെ മാത്രം കർത്തവ്യമല്ല, അത് മദ്രസയിൽ ഉസ്താദുമാരുടെ മാത്രം കർത്തവ്യമല്ല, അത് സ്കൂളുകളിലെ അധ്യാപകന്മാരുടെയും ഹെഡ് മാസ്റ്ററുടെയും ടീച്ചേഴ്സിൻ്റെയും മാത്രം
കർത്തവ്യമല്ല, അത് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് കൂടി വളരെ നല്ല ശിക്ഷണവും മാർഗദർശനവും നൽകി വളർത്തിയെടുക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് രക്ഷിതാക്കൾ നാം വിദ്യാസമ്പന്നരാകണം. നാം വലിയ പ്രായത്തിലെത്തി വാപ്പയായി അല്ലെങ്കിൽ നാം ഉപ്പാപ്പയായി ഇനി എന്ത് പഠിക്കാനാണ് എന്നുള്ള ആ മനോഭാവം ഉപേക്ഷിച്ചുകൊണ്ട് നാം വിദ്യാർത്ഥികളാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്തെല്ലാം പഠിക്കാൻ സാധിക്കുന്നുവോ അത് എല്ലാ കോണുകളിൽ നിന്നും എല്ലാ സംവിധാനങ്ങളിൽ നിന്നും നാം സ്വാംശീകരിച്ചുകൊണ്ട് നാം വിദ്യാഭ്യാസം നേടുക. അങ്ങനെയുള്ള വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ രക്ഷിതാക്കളുടെ ശ്രദ്ധയും രക്ഷിതാക്കളുടെ മാർഗദർശനവും ഉണ്ടായാൽ മാത്രമേ ആ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരികയൂ. കാരണം ഉദാഹരണമായി വീടുകളിൽ നിസ്കരിക്കുന്ന ബാപ്പയും ഉമ്മയും കൃത്യമായി നിസ്കരിക്കുന്ന വീടുകളിൽ വളരുന്ന കുട്ടികൾ നിസ്കരിക്കുന്നവരായിത്തീരും. അതുപോലെ തന്നെ സൽപ്രവർത്തനങ്ങൾ നടത്തുന്ന വീടുകളിൽ വളരുന്ന കുട്ടികൾ സൽപ്രവർത്തനങ്ങൾ നടത്തുന്ന സൽസ്വഭാവികളായിത്തീരും. അങ്ങനെ അല്ലാഞ്ഞാൽ ആ കുട്ടികളും ബാപ്പയും ഉമ്മയും പോലെ നിസ്കരിക്കാത്തവരായിത്തീരും. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെയധികം പുരോഗതി പ്രാപിച്ചു. പഴയ കാലത്തിൽ ഒരു UP സ്കൂൾ അതല്ലെങ്കിൽ ചെറിയൊരു LP സ്കൂളിൽ പഠിക്കണമെങ്കിൽ 10, 20, 25 കിലോമീറ്ററുകൾ നടന്നു പോയിട്ട് പഠിക്കേണ്ടതായിരിക്കുന്ന ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിലെല്ലാം കോളേജുകളും മദ്രസകളും അറബിക് കോളേജുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളുമെല്ലാം ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്തിലായും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അത്രത്തോളം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നാം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് നാം ഒട്ടും പിന്നിൽ പോയി കൂടാ. ഒരിക്കലും നാം എല്ലാ രംഗത്തും വിദ്യാഭ്യാസപരമായ എല്ലാ രംഗത്തും നാം കുട്ടികൾക്ക് വേണ്ടതായിരിക്കുന്ന പ്രചോദനങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അവളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. നമ്മുടെ നാട് മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യം അതെല്ലാ മതങ്ങളും മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും സിഖുകാരും എല്ലാ മതങ്ങളും ഒത്തൊരുമിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമ പെറ്റ മക്കളെപ്പോലെ കഴിയുന്നതായിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം. ഇങ്ങനെ മറ്റൊരു രാജ്യത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടിയും മതസൗഹാർദ്ദത്തോടുകൂടിയും സാഹോദര്യ ബുദ്ധിയോടുകൂടിയും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നമ്മുടെ എല്ലാ പൊതുരംഗത്തുമെല്ലാം നാം നല്ല സാഹോദര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും നല്ല ഒരു തലമുറയെ വിദ്യാസമ്പന്നരായ ആണും പെണ്ണുങ്ങളും എല്ലാവരും വിദ്യാഭ്യാസം നേടി ഉന്നതമായ വിദ്യാസമ്പന്നരായ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നാം എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ എല്ലാ തലത്തിലും ഉപയോഗപ്പെടുത്തുകയും ഇതിന് വേണ്ട സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും പിന്തുണയും ദുആയും നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്ഥാപനത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നല്ല വിദ്യാഭ്യാസം നേടിയ നല്ല വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കഴിയുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സർവ്വവിധ ആശംസകളും നേരുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.